ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വൈസൂസ് ഗേൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീനമ്മയും ഉണ്ണീച്ചനും വരികയാണ് കേട്ടോ. വിഷുവിൻ്റെ പിറ്റേന്നാണിത്. അവർ വിഷു ഒക്കെ വയനാട്ടിലായിരുന്നു. അപ്പോൾ അമ്മമ്മയുടെ അമ്മച്ചിൻ്റെ അടുത്ത് അങ്ങനെ അവർ അവിടുന്ന് നേരെ ഇങ്ങോട്ടേക്കാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇനി അമ്മ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും, ഇന്ന് ഉണ്ണീച്ചനും ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അതാണ്. അല്ലു തുമ്പിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കേണ്ട അമ്മമ്മയും ഉണ്ണീച്ചനും വരും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരപ്പുറത്ത് എന്താ പറയുക, ടി വി കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അതിനുള്ള പ്രിപ്പറേഷനും കുറച്ച് കാര്യങ്ങളുണ്ടെന്ന്, പിന്നെ എനിക്ക് കുറച്ച് സ്ഥലങ്ങൾ പോവാണ്ട്, കുറച്ച് ബിസിയാണ്. പക്ഷേ വയ്യ, ഫുള്ള് സൈഡാണ് ഗൈസ്. പക്ഷേ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അതൊക്കെ നോക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ലോട്ട് എന്താ ഇങ്ങനെ കാര്യമായിട്ട് നോക്കിക്കണമെന്നല്ലേ. ഞാനും അച്ഛനും കൂടെ പോവാണ് കേട്ടോ. സാധനം വാങ്ങിക്കാനുണ്ട്. ഇന്ന് നമുക്ക് നെയ്ച്ചോറും കോഴി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എരഞ്ഞിക്കോത്ത് പോവാണ് കേട്ടോ. ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് അച്ഛനും കൂടെ 2 വീലറിൽ പോയത്. പക്ഷേ പോയപ്പോഴേക്ക് മനസ്സിലായി ഇനി 2 വീലർ നമുക്ക് നടക്കൂല എന്നുള്ളത് മനസ്സിലായതുകൊണ്ട് ഈ യാത്രയോട് കൂടി നമുക്ക് 2 വീലർ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. പക്ഷേ ജസ്റ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, പക്ഷേ നടക്കാനാവുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് പോകുന്നത്. ഞാൻ കുറച്ചായിട്ടോ ഈ കടയിലേക്ക് വന്നിട്ട്. അതുകൊണ്ട് തന്നെ കടയൊക്കെ കുറേ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പറയുന്നു അവിടത്തേക്കായിൻ്റെ അടുത്ത്. പിന്നെ നമ്മളെ വ്ളോഗൊക്കെ കാണാനുണ്ട് കേട്ടോ അവിടത്തേക്കായൊക്കെ. അപ്പോൾ ഇങ്ങനെ അവിടെ ഒരു താത്തയെ കണ്ടേനു, ഓരോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് എല്ലാവരും നമ്മളെ വ്ളോഗ് കാണുമല്ലോ. അപ്പോൾ അതിൻ്റെ കഥയൊക്കെയാണ് കേട്ടോ പറയുന്നത്. എനിക്ക് ആ റസ്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അതുകൊണ്ട് അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ലൂസ് റസ്ക് ഉണ്ടാവില്ല, അതും കരിഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് അല്ലുവിൻ്റെ തുമ്പിൻ്റെ ഒച്ചപ്പാടൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ നോക്കുമ്പോൾ രണ്ടാളും ചെറിയച്ഛനും ചെറിയമ്മേൻ്റെ റൂമിൽ കിടന്ന് കാര്യമായിട്ട് TV കാണുക. കാരണം ചെറിയമ്മയും ചെറിയച്ഛനും ഇവിടെ ഇല്ലേ, ഒരു കല്യാണീൻ്റെ വീട്ടിൽ പോയതാണ്. പിന്നെ എനിക്ക് കുറച്ച് അലക്കിയതൊക്കെ അയന്മേൽ ഇടാണ്ടേനു കേട്ടോ, വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് പോയതേനും. അപ്പോൾ ഞാൻ വേഗം അത് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് അച്ഛനെന്തോ പശുവിനുള്ള കാലിത്തീറ്റയോ എന്തോ എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ വേഗം ഈ പരിപാടികളൊക്കെ തീർത്തേക്കാണ് കേട്ടോ. ഹെൽപ്പിന് അമ്മയുണ്ടേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇന്ന് എനിക്ക് കുറച്ചധികം പണികളുള്ള ദിവസമാണ്. വേറൊന്നുമല്ല, എനിക്ക് കരുവമ്പൊയിൽ പോകണം, ബാങ്കിൽ പോകാനുണ്ട്, അല്ലൂട്ടൻ്റെ ഫോട്ടോ ഫ്രെയിം ചെയ്തത് വാങ്ങിക്കാനുണ്ട്, പിന്നെ എനിക്കൊരു കൊറിയർ അയക്കാനുണ്ട്, തുടങ്ങിയിട്ട് കുറച്ചധികം പണികളുണ്ടായിരുന്നു. അപ്പം ഞാനും അമ്മയും കൂടെയാണ് വേഗത അയൽമേലിടുന്നത് കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അച്ഛൻ പോയി വരുമ്പോഴത്തേക്ക് എല്ലാം സെറ്റായി വീണ്ടും നമ്മൾ യാത്ര തുടങ്ങണേ. ഇപ്പോഴാണെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക, തീരെ വയ്യ സത്യം പറയുകയാണെങ്കിൽ. വയറ് താന്നതും പിന്നെ കുറച്ച് കിതപ്പും പിന്നെ പെട്ടെന്ന് ക്ഷീണാവുക, സ്റ്റെപ്പ് കയറാനൊന്നും ഇപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പറ്റില്ല കേട്ടോ. കണ്ടില്ലേ, താറാവ് നടക്കുമ്പോഴേ നടക്കുന്നത് ഞാൻ. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാണ്ട് നിൽക്കാനുള്ളൊരു നിവൃത്തിയില്ല. ബിക്കോസ് ഒന്നാമത് ഏട്ടൻ നാട്ടിലില്ല. പിന്നെ എനിക്കിത് ഏൽപ്പിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളല്ല, ഞാൻ തന്നെ പോയി ചെയ്യേണ്ട കാര്യങ്ങളാകുമ്പം ചെയ്തല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങ് പോവുകയാണ്. ഒരു ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ഡ്രസ്സ് തിരിച്ച് റിട്ടേൺ അയക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ആ ബോക്സിൽ കിടക്കുന്നത്. അപ്പോൾ അച്ഛനെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ ഇതിവിടെ വെച്ചിട്ട് അങ്ങോട്ട് വരും കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓട്ടോ കാത്തു നിൽക്കാൻ നോക്കുമ്പോൾ ഒരു ഓട്ടോ ഇല്ല കേട്ടോ. അന്ന് ശരിക്കും പറഞ്ഞാൽ ഓട്ടോ കിട്ടാതെ ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. അച്ഛൻ അതും എടുത്ത് വരുമ്പോൾ വീഡിയോ എടുക്കും, ഞാൻ താഴെ വെച്ച് ഞാൻ നടന്നു വരും കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം വീഡിയോ എടുക്കുന്നില്ല അച്ഛൻ എടുത്തോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്നതാണ്. അങ്ങനെ അവിടെ ആ ഒരു പാഴ്സലും കൊണ്ടുപോയി അച്ഛൻ ഓട്ടോ വിളിക്കാൻ മുക്കിൽ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ പോയി നോക്കി. പക്ഷേ എവിടെ ഓട്ടോ വരുന്നത് ആൾക്കാരെയും കൊണ്ട് നമുക്ക് ഓട്ടോ കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നല്ലോണം ക്ഷീണിച്ചാടെ നിന്നിട്ട് പിന്നെ എങ്ങനെയൊക്കെയോ ഒരു വിധത്തിലൊരു ഓട്ടോ കിട്ടി. അങ്ങനെ നമ്മൾ കരുവമ്പയിൽ പോയിട്ടോ DTDCന്ന് ഇത് റിട്ടേൺ അയക്കണം. ആക്ച്വലി ഇതിൻ്റെ ഷൂട്ടിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ വരുന്നുണ്ട്, അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ ബാങ്കിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ബാങ്കിൽ പോയി ഈ സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ ഞാൻ ഉണ്ടല്ലോ ശരണം വിളിച്ച് കയറുക എന്നൊക്കെ പറയില്ലേ, ദതുക്കൂട്ടായിരുന്നു. ഞാനിപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴാണ് കഴുത്തൊക്കെ ശ്രദ്ധിക്കുന്നത്. കഴുത്തൊക്കെ നന്നായി കറുത്തുണ്ട്, പിന്നെ ഡബിൾ ചെയിനൊക്കെ കുറച്ച് കൂടിയ പോലെ ഉണ്ട്. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ക്ഷീണം കൂടി. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ്റെ ബാക്കിൽ നിന്ന് ഞാൻ ബാക്കോട്ട് വീടാണ് പിടിക്കാൻ വേണ്ടിയിട്ടെന്ന്. അങ്ങനെ ഞങ്ങൾ അല്ലൂട്ടൻ്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ട് അംഗനവാടി, LKG UKG ഇത്രയും ഫോട്ടോസ് ഞാൻ ഫ്രെയിം ചെയ്ത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഇതൊക്കെ കുറേ മിസ്സായി പോയിട്ടുണ്ട്. സോ എനിക്ക് ഭയങ്കര സങ്കടമാണ് അത് കാണുമ്പോൾ. അല്ലൂട്ടൻ്റെയൊക്കെ ഫോട്ടോസ് നോക്കി നമ്മളൊക്കെ സ്കൂൾ ഫോട്ടോ എന്തായാലും അടുത്തേക്ക് എന്നല്ലേ പറയുന്നത്. അല്ലൂട്ടൻ്റെ UKGയിലെ ഫോട്ടോസൊക്കെ നോക്കിയാൽ ഭയങ്കര സ്റ്റൈലിഷായിട്ട്, ടീച്ചറൊക്കെ നോക്കിയിട്ട് മോഡൽ കണക്കാരെ സെൻറ്ററിൽ ഇരിക്കുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി ഇവരെല്ലാം ഫോട്ടോസൊക്കെ നോക്കട്ടെ. അപ്പോൾ ഞാൻ ഇതൊന്ന് പ്രത്യേകം നോക്കുകയാണ്. കുട്ടികളെല്ലാവരും ഡിഫറെൻറ്റ് പോസിലൊക്കെ ഇരുത്തി അടിപൊളിയാക്കിയിട്ടുണ്ടല്ലോ. പിന്നെ എനിക്ക് കൊറിയറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം താഴത്തുനിന്ന് പെറുക്കി കൂട്ടി മുകളിലെത്തിയപ്പോഴും ഇവർ രണ്ടാളും ഇവിടെ കിടന്ന് ലാവിഷായിട്ട് ഇത് കാണുകയാണ് കേട്ടോ. പിന്നെ ഫോണല്ലല്ലോ, TV ആണ്ട് കുറച്ച് നേരം കണ്ടോട്ട് അടങ്ങി കിടന്നോളല്ലോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പോയി വന്നതൊക്കെ. അല്ലേ ഭയങ്കര ഡിമാൻഡ് ആയേനെ, ഓർക്കും വരണം അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഫോട്ടോസൊക്കെ കണ്ടിട്ട് ഇവരിങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഞാൻ ഈ ഫോട്ടോയിൽ ഞാൻ പിന്നെയും എത്തിച്ചേരുന്നത്. എന്തായാലും ഇനി ഇതൊക്കെ കൊണ്ടുപോയിട്ട് ഷോക്കേസിൽ വെക്കട്ടെ. എല്ലാം ഓരോ ഓർമ്മകളല്ലേ. അല്ലൂട്ടനെ നോക്കി എന്ത് കുഞ്ഞനാണല്ലേ, എല്ലാം മുഖമൊക്കെ അങ്ങനെ മാറി വരികയാണ് അല്ലുവിൻ്റെ. ഇതാണ് നമ്മുടെ മിയാസ്മരിക് എന്ന് പറഞ്ഞ ഫോട്ടോ. നോക്കിയിട്ട് പിള്ളേരൊക്കെ ഇരിക്കുന്നത് എന്ത് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെയാണ്.
ഇനിയിപ്പോൾ കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് എന്തൊക്കെ പുതിയ പുതിയ രൂപങ്ങളിൽ വരുമെന്ന് അറിയില്ല അല്ലേ. അങ്ങനെ ഞാൻ താഴെ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് അമ്മ നെയ്ച്ചോറൊക്കെ സെറ്റാക്കി ഉണ്ടായിരുന്നേ. ചിക്കൻ വാങ്ങിയത് കഴുകിയത് അച്ഛനാണ് കേട്ടോ. അച്ഛൻ കഴുകിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഞാൻ ഡിവൈഡ് ചെയ്യണം, ഫ്രൈ ചെയ്യാനുള്ളത്, കറി വെക്കാനുള്ളതൊക്കെ, പിന്നെ മസാലയൊക്കെ പുരട്ടി വെക്കണം. പക്ഷേ ആ യാത്ര അങ്ങോട്ട് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കില്ല, അവിടെയൊക്കെ പോയി വന്നപ്പോഴത്തേക്ക് നല്ല ക്ഷീണമായിട്ടുണ്ട്. ഞാനിങ്ങനെ വിയർത്തൊലിക്കാൻ കേട്ടോ. ഇവിടെ ഭയങ്കര ചൂടാണ് മക്കളെ, ഒരു രക്ഷയില്ല. റൂമിൽ AC ഉള്ളതുകൊണ്ട് മാത്രം ജീവിച്ചു പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ. എല്ലായിടത്തും ഇതൊക്കെ തന്നെ ആയിരിക്കില്ലേ അവസ്ഥ. പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു അവസ്ഥയും കൂടെ ആയതുകൊണ്ട്, പ്രഗ്നൻസി ടൈമും കൂടെ ആയതുകൊണ്ട് ഞാൻ വല്ലാണ്ട് ഷുഗറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വേർക്കൽ കൂടുതലും ഒക്കെ കൂടെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ക്ഷീണം തോന്നുകയാണ്. ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് റീനമ്മനെ വിളിച്ചു നോക്കണ്ടോ, എവിടെ എത്തി എന്ന് ചോദിച്ചിട്ട്. രാവിലെ 10 മണിയൊക്കെ ആകുമ്പോൾ അമ്മേൻ്റെ അമ്മച്ചിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിയതാണ് അവർ രണ്ടുപേരും. പിന്നെ കൽപ്പറ്റയിൽ സിവിലിൻ്റെ ഓഫീസിൽ കയറാണ്ടായിരുന്നു ഉണ്ണിയച്ഛന്. അപ്പോൾ അവിടെയൊക്കെ കയറിയിട്ട് വരികയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഇതാ ചിക്കൻ കറിക്കുള്ള ഐറ്റംസ് അമ്മ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതൊക്കെ കൂടെ ഇളക്കുകയാണ്. പക്ഷേ ഗ്യാസ് ഇല്ലല്ലോ, അടുപ്പിൻ്റെ അടുത്ത് നിന്ന് ഇളക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ്. വയറിന് പെട്ടെന്ന് ചൂട് ആവുക കേട്ടോ. അവിടെയാണെങ്കിൽ ഭയങ്കര ചൂടല്ലേ, ഓൾറെഡി ചൂട്, അതിൻ്റെ കൂട്ടത്തിൽ അടുപ്പിൻ്റെ അടുത്തും കൂടി ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ അള്ളി പിടിച്ച് വയറൊക്കെ കുറച്ച് ജരിച്ച് വെച്ച് അങ്ങോട്ട് ഏന്തി വെച്ചിട്ടൊക്കെയാണ് അത് ഇളക്കുന്നത്. അമ്മ പശുവിനെ കറക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ഞങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഇവിടെയൊക്കെ പോയി വരുന്നതും ഒക്കെ കൊണ്ട് തന്നെ ആക്കാനുള്ള സമയമൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ഫുഡ് ആക്കാനൊക്കെ. പിന്നെ അവർ വരുമ്പോഴത്തേക്കും ആവണ്ടേ, അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഇടയ്ക്ക് ഒരു എവിടെ എത്തി എന്ന് വിളിച്ചു നോക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ വേഗം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് തൈരും ഒക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം, സാലഡ് അതും കൂടെ ആയി കഴിഞ്ഞാൽ പിന്നെ ഏറെക്കുറെ പണി കഴിഞ്ഞു. ചിക്കൻ പൊരിക്കാനുണ്ട്, അപ്പോൾ അതിനുള്ള മസാലയൊക്കെ പുരട്ടി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അല്ലും തുമ്പിയും വന്നിട്ടുണ്ട്. 2 പേർക്കും ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്, കാരണം രാവിലെ ചായ കുടിച്ചതാണ്. പിന്നെ ഒന്നും കഴിച്ചില്ല, TVൻ്റെ മുമ്പിൽ ഇരിക്കുകയായതുകൊണ്ടേ. അപ്പോൾ വിശന്നുകൊണ്ടാണെന്ന് തോന്നുന്നു ചങ്ങായി വേഗം വാരി കഴിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലോട്ടെ അച്ഛൻ്റെ കൂടെ ഇരുന്നിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതാ അവരിവിടെ മുറ്റത്ത് കാത്തു നിൽക്കുകയാണ് അമ്മയും ഉണ്ണിയച്ഛനും എന്നെ നോക്കിയിട്ട്. കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് ഉണ്ണിയച്ഛനും അമ്മയും എത്തിയിട്ടുണ്ട്. അവർ കൊടുവള്ളി ബസ് ഇറങ്ങി അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അമ്മമിനാർന്ന് നേരെ ഇങ്ങോട്ടേക്കാണ് വന്നത്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം റീനമ്മ അവിടെ ഉണ്ടാവും. കുറച്ച് ദിവസം എന്ന് വെച്ചാൽ കുറേ ദിവസം എന്നല്ല, 3-4 ദിവസം, 4-5 ദിവസമൊക്കെ ആക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും എന്നുള്ളതാണ് കാര്യം. ഓരെ കണ്ടപ്പോഴേക്കും തുമ്പിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല കേട്ടോ. വേഗം പോയിട്ട് ചെരുപ്പൊക്കെ എടുത്തിട്ട് സ്റ്റാൻഡിൽ വെക്കുന്നു. ഞാൻ ശരിക്കും എന്തിനിപ്പോൾ ഇവിടെ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന്. കുട്ടി ആകെ ഒരു എന്താ പറയുക, ഒരു വെപ്രാളക്കളി തന്നെ കേട്ടോ ഓരെ കണ്ടപ്പോൾ. അങ്ങനെ ഇതാ അല്ലുട്ടനാണെങ്കിൽ ഓടി വരുന്നു. ഓന് രാവിലെ തൊട്ടിട്ടേ അമ്മമ്മ വരുന്നതിൻ്റെ സന്തോഷമാണ്, അമ്മമ്മ വരുന്നതിന് ഞാൻ സന്തോഷിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നടക്കരുന്ന്. അങ്ങനെ എന്തായാലും മക്കളെല്ലാവരും ഹാപ്പി, ഞാനും ഹാപ്പി. ഇതാ ഉണ്ണീസിൻ്റെ അടുത്തൊക്കെ വേഗം പോയി. തുമ്പിക്ക് ഉണ്ണീസിനെ കാണുമ്പോൾ വല്ലാത്തൊരു കൊഞ്ചലാണ് കേട്ടോ, ഭയങ്കര കൊഞ്ചി കളിക്കണ്ടോ. എന്തൊക്കെയോ കൈയൊക്കെ ചൂണ്ടി എന്തൊക്കെയോ കഥയൊക്കെ പറയുന്നുണ്ട്, പിന്നെ എന്തൊക്കെയോ കുട്ടിക്ക് എന്താ കാണിക്കേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും കണ്ടോ, ഇനിയിപ്പം കുറച്ച് ദിവസം നമുക്ക് നമ്മുടെ വീഡിയോസിൽ റീനമ്മേനെയൊക്കെ കാണാം. അങ്ങനെ വരുമ്പോഴേ ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭക്ഷണമൊന്നും കഴിച്ച് വരണ്ട, അവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ബസ് ഇറങ്ങിയപാടും വേഗം ഓട്ടോ വിളിച്ചിങ്ങോട്ട് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വേഗം അവർക്ക് ഫുഡൊക്കെ എടുത്ത് വെക്കാൻ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ കല്യാണിയും കട്ടയും വരും. അവളുടെ വീട്ടിൽ വിഷു കൂടാൻ പോയതായിരുന്നല്ലോ, അപ്പോൾ ഇന്ന് തന്നെ വരുന്നുണ്ട്. എനിക്ക് ചക്ക ഇഷ്ടമായതുകൊണ്ട് അമ്മ മറന്ന് ചക്കയൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട്. ഇരിഞ്ഞ് പിന്നെ കവറിലൊക്കെ ആക്കി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അമ്മയ്ക്ക് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുക്കട്ടെ. നമ്മുടെ ചിക്കൻ കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ആയിട്ടുണ്ട്. അമ്മ ടേസ്റ്റ് പോലും നോക്കിയതാണ് ചിക്കൻ കറി ഉണ്ടാക്കുമെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം വറുത്തരച്ച ചിക്കൻ കറിയാണ്, പിന്നെ നെയ്ച്ചോറും ഒക്കെ ആയിട്ട് നമ്മൾ ഫുഡൊക്കെ എടുത്ത് കൊടുക്കട്ടെ. തുമ്പി ഇവിടെ വലിയ കഥ പറച്ചിലാണ് അമ്മമ്മേൻ്റെ അടുത്ത്. ഹോക്കാണെങ്കിൽ റീനമ്മേനെ കണ്ടതിന് ശേഷം കുറച്ച് കുളൂസ് കൂടിയുണ്ട് കേട്ടോ. എൻ്റെ അടുത്തൊക്കെ വലിയ ഡിമാൻഡ് ഇട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതാ ഞങ്ങൾ ഫുഡൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. സാദാ ചോറും നെയ്ച്ചോറും പിന്നെ അമ്മയുടെ മോരുകറിയും പിന്നെ ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും ഒക്കെ ഉണ്ട്. പപ്പടവും കൂടെ അമ്മ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അത് കുറച്ച് കഴിയുമ്പോൾ വരും. നമ്മളെല്ലാം കൂടെ വേഗം ഭക്ഷണം കഴിക്കട്ടെ. ഞങ്ങളും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി ഞാനും അച്ഛനും കൂടെ കരുവമ്പയിൽ പോയ സമയത്തേ നൈസായിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു, ചായയും പഴംപൊരിയും. അത് കഴിച്ചത് കൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇത്രയും നേരം പിടിച്ചു നിന്നത്. എല്ലാവരും വിചാരിച്ചു ഇവരെന്താ ഇപ്പോൾ കഴിക്കാത്തതെന്ന്. അപ്പോൾ എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നില്ല, അതാണ്. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ തന്നെ കഴിച്ചാൽ കേട്ടോ, കാരണം നമ്മൾ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇവിടെ ആര് വന്നിട്ടുണ്ടെങ്കിലും വിളമ്പി കൊടുക്കുക എന്നുള്ളത് അത് അച്ഛൻ്റെ കുത്തകയാണ് ഗൈസ്. കാരണം അച്ഛൻ അത് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവരും വിളമ്പി കൊടുത്ത് കഴിപ്പിക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മളാരും കൈ കടത്താറില്ല. എന്ന് വെച്ചാൽ ഞങ്ങളാരും വിളമ്പി കൊടുക്കാറില്ല എന്നല്ല, പക്ഷേ അച്ഛൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വിളമ്പി കൊടുക്കാനും വീണ്ടും കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇട്ട് കൊടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ അപ്പോൾ അച്ഛനും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അമ്മ പിന്നെ ആലയിലായിരുന്നു. അമ്മ ഓൾറെഡി എപ്പോഴും എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. ആലയിൽ എല്ലാ പണിയും കഴിഞ്ഞ് അടുത്ത പാല് കറക്കൽ കഴിഞ്ഞ് അത് കൊടുത്തു കഴിഞ്ഞിട്ടല്ലാതെ അമ്മ ഭക്ഷണം കഴിക്കത്തില്ല. അപ്പോൾ അമ്മേൻ്റെ ഭക്ഷണ സമയമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ ഉച്ചക്കത്തെ ചോറിൻ്റെ അളവ് ഞാൻ കുറച്ചിട്ട് ബാക്കിയുള്ള ഐറ്റംസ് കൂടുതൽ എടുക്കാനാണ് എപ്പോഴും നോക്കാറ്. പക്ഷേ ഇത്തവണ നെയ്ച്ചോറായതുകൊണ്ടും ചിക്കൻ കറി ആയതുകൊണ്ടും ഞാൻ അത്യാവശ്യം നന്നായി കഴിച്ചിരുന്നു എന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടോ. നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നേ.
പിന്നെ കഴിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് നമ്മൾ ആ വാവ എണീറ്റിട്ട് തള്ളി എന്താ കുറേ എടുത്ത് വലിച്ച് വരി കഴിച്ച് മനുഷ്യന് കിടക്കാൻ സ്ഥലം ഇല്ലാണ്ടാക്കിയെന്നൊക്കെ 4 ചവിട്ടും കുത്തും തരുമ്പോൾ എനിക്ക് ഓർമ്മ വരിക, അയ്യോ ഞാൻ അത് കഴിച്ച് കുറച്ച് കൂടിപ്പോയിണ്ടല്ലോ എന്ന്. അങ്ങനെ ആ അമ്മേനെയും കൊണ്ട് ഞാൻ റൂമിലേക്ക് വന്നപാടും അമ്മ വേഗം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് വിരിക്കുകയാണ്. കാരണം എനിക്ക് അത് ഭയങ്കര ടാസ്ക്കാണ്. ഈ കാല് മടക്കി അവിടെ വരെ പോയിട്ട് ഈ ടക്കിങ് ചെയ്യാമെന്നൊന്നും പറഞ്ഞാൽ നടക്കൂലല്ലോ. അല്ലും തുമ്മിയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുക. ഓരോ ഹെൽപ്പ് ചെയ്യൽ എത്രയാണെന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ പോരെ. പിന്നെ അമ്മയ്ക്ക് കാലിന് വേനയുണ്ട്, ദുഷമ്മയ്ക്ക് കാലിന് വേനയുണ്ട്. അധികം അമ്മ മുകളിലേക്ക് വരാറില്ല. പിന്നെ എനിക്ക് വിരിക്കാൻ ആദ്യം ഹെൽപ്പ് ചെയ്തെന്ന് കല്യാണിയേനു. അപ്പോൾ ഇത് ഫിറ്റഡ് ബെഡ്ഷീറ്റ് അല്ലാത്തതുകൊണ്ട് വേഗം നിരങ്ങി പോകും. അതുകൊണ്ടാണ് അത് അങ്ങനെ ആയത്. അപ്പോൾ അമ്മ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തു. ഇപ്പോൾ ഇവർ റെഡി ആയിട്ട് എവിടേക്കാണ് പോകണമെന്നറിയോ? ഉണ്ണിയച്ഛൻ്റെ ഒരു കസിൻ ഉണ്ട് ഇവിടെ മാവൂരാണ് കേട്ടോ, ജയശ്രീ ആൻറ്റി. അപ്പോൾ ആൻറ്റി വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇവർ അമ്മയും ഉണ്ണിയച്ഛനും കൂടെ അങ്ങോട്ട് പോവാണ്. ഇവിടുത്തെ ബുള്ളറ്റ് എടുത്തിട്ടാണ് പോണത്. അപ്പോൾ മക്കൾ രണ്ടുപേരും പോകുന്നുണ്ട് പറഞ്ഞ്. പിന്നെ ഞാനും വിചാരിച്ചു പാവല്ലേ, കാരണം ഓർക്കും ഉണ്ടാവില്ലേ ആഗ്രഹങ്ങൾ. വെക്കേഷനൊക്കെ അല്ലേ, രണ്ടുപേരും കണ്ടോ സെറ്റ് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടെല്ലാം സെറ്റായിട്ട് ഇവർ 4 പേരും കൂടെ ജയശ്രീ ആൻറ്റീൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അവർ പോയി വരുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എനിക്ക് വിഷുവിൻ്റെ വ്ളോഗൊക്കെ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തീർത്ത് വെക്കാം. ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോകുമ്പം ആ ഒരു ടൈം ഗ്യാപ്പ് കിട്ടുമല്ലോ. അപ്പോൾ അമ്മ നല്ല അടിപൊളിയായി വിരിച്ചൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിരുന്നു ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഹേസുമ്മ വന്നിട്ടുണ്ട്, കല്യാണിയും കട്ടയും വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അല്ലൂസും തുമ്പിയും ഉണ്ണിയച്ഛനും റീനമ്മയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്ത് മടക്കി വെക്കണം. അതാണ് ഇങ്ങനെ വലിച്ചു വരിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ ഏച്ചീനെയും ഏട്ടനെയും കണ്ട സന്തോഷമാണ് ഹേസുമ്മയ്ക്ക്. ഒരു ദിവസം അമ്മമ്മേൻ്റെ വീട്ടിൽ പോയി കൂടി വന്നതാണല്ലോ. 3 സ്നേഹപ്രകടനമൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് കണ്ണ് ടി വിയിലേക്ക് പോട്ടോ. ഹേസും എന്തിനോ കരഞ്ഞിട്ട് കണ്ണൊക്കെ കലങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് റീനമ്മേൻ്റെ എൻട്രി. ആരാണ് സ്ത്രീയും ഇന്നെന്താ പുതിയതായിട്ട് ഇവിടെ ഈ സ്ത്രീ എന്നൊക്കെ പറഞ്ഞ് നോക്കിക്കണം കേട്ടോ. ഇടയ്ക്ക് വീഡിയോ കോളിൽ കാണുന്ന അമ്മമ്മയാണല്ലോ. ആദ്യം ഒരു പരിചയക്കുറവ് കാണിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ അത് അമ്മയുടെ കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ വേഗം എടുത്ത് താഴേക്ക് കൊണ്ടുപോയി. ഉണ്ണിയച്ഛൻ താഴെ ഇരിക്കുന്നുണ്ട്, അവർ പോയി വന്നതാണല്ലോ. ഉണ്ണിയച്ഛനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോയത്. അപ്പോൾ അല്ലൂടെ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഒന്നാമത് ഇവരിവിടെ വന്നു, പിന്നെ അമ്മമ്മ ഇനി കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും എന്നൊക്കെയാണ് അവൻ പറയുന്നത് കേട്ടോ. ഉണ്ണിയച്ഛനെ കണ്ടപ്പോൾ ഹേസു അങ്ങനെ നോക്കുകയാണ് കേട്ടോ. ഉണ്ണിയച്ഛനാണെങ്കിൽ കുട്ടികളെ വേഗം കയ്യിലെടുക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ ആദ്യം ഹേസു അങ്ങനെ പോയില്ല കേട്ടോ. എല്ലാവരും കാണുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഹേസു പെട്ടെന്ന് അങ്ങോട്ട് ഇണങ്ങൂല. പക്ഷേ കുറച്ച് സമയം എടുക്കുമ്പോൾ പിന്നെ അവളങ്ങ് സെറ്റാവും കേട്ടോ. വരുന്ന വയ്ക്ക് അച്ഛൻ്റെയും അമ്മേൻ്റെയും ആരോ ഒരാളെ ബ്രഷൊക്കെ എടുത്തിട്ടാണ് താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓളെയും കൊണ്ട് പുറത്ത് പോയാൽ അവൾക്ക് സന്തോഷമാണ്. പുറത്ത് കൂടെ അങ്ങനെ ഓടിക്കളിക്കുക ആണെങ്കിൽ അമ്മയ്ക്ക് ഹേസുവിന് ഭയങ്കര സന്തോഷമാണ്. അമ്മയ്ക്കാണെങ്കിൽ അതെ മക്കളെ കൊണ്ടെടുക്കാൻ ഭയങ്കര ഒരു കഴിവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഹേസു പിന്നെ കുറേ നേരമായപ്പോൾ അമ്മേൻ്റെ അടുത്ത് അങ്ങ് സെറ്റായി. പിന്നെ ബെല്ലേൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ മുറ്റത്തൂടെ കുറച്ച് വിലാത്തിയപ്പോൾ അവളങ്ങ് സെറ്റായി. ഇനിയിപ്പം കല്യാണിയും കട്ടയും കൂടെ അമ്പലത്തിൽ പോകാൻ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്ന് വ്യാഴാഴ്ചയാണല്ലോ, ഈ ദിവസം വ്യാഴാഴ്ച ആയിരുന്നു അങ്ങനെ വേണം പറയാൻ. ഇതെന്നാ പോസ്റ്റ് ചെയ്യുന്നത് എനിക്കറിയില്ലല്ലോ. വ്യാഴാഴ്ചയാണല്ലോ. അപ്പോൾ ഞങ്ങളവിടെ പിന്നെ പൂജ ഉണ്ടാവുക വ്യാഴാഴ്ചയാണ്. അപ്പോൾ അവർ അങ്ങോട്ടേക്ക് പോയിട്ടോ. പോയി വേഗം തിരിച്ചു വന്നപ്പോഴത്തേക്കും ഹേസു പിന്നെ ഉണ്ണിയച്ഛനൊക്കെ ആയിട്ട് അങ്ങോട്ട് കുറച്ചൊക്കെ അങ്ങോട്ട് സെറ്റായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കല്യാണി അവർക്ക് ഫുഡ് എടുക്കാൻ നോക്കുകയാണ്. അപ്പോഴത്തേക്ക് അല്ലും തുമ്പി ഇതാ വേഗം വന്ന് ഉണ്ണിയച്ഛന് പടക്കമൊക്കെ എടുത്ത് കൊടുത്തത് നമുക്ക് പടക്കം പൊട്ടിക്കാം, അതാക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉണ്ണിയച്ഛനാണെങ്കിൽ എല്ലാത്തിനും കൂടെ നിന്ന് കൊടുക്കും കേട്ടോ. അങ്ങനെ ഇവർ എല്ലാവരും കൂടെ ഇതാ പൂത്തിരിയൊക്കെ കത്തിക്കുന്നുണ്ട്. തുമ്പിക്ക് തീരെ പേടിയില്ലാണ്ടായിട്ട് അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് അതിൻ്റെ ഇടയിൽ കൂടെ വൈശാട്ടം വീഡിയോ കോൾ ചെയ്തതിന്. അപ്പോൾ അമ്മയൊക്കെ വർത്താനം പറയാണ്. പിന്നെ ഇവർ വർത്താനം പറയാൻ തുടങ്ങി അവരെന്തൊക്കെയോ കഥകൾ ഇങ്ങനെ പറയും. അപ്പോൾ ഞാൻ ഫോൺ അവിടെ കൊടുത്ത് ഞാൻ അപ്പുറത്തേടിയെ പോയി. അതുകൊണ്ടാണ് ഇപ്പോൾ നീണ്ട സ്ക്രീൻ റെക്കോർഡ് ഇട്ട് ജസ്റ്റ് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഇട്ട് വെച്ചതായിരുന്നു. ഓഫാക്കാൻ മറന്നായി ഗൈസ്. പിന്നെ ഒരാടെ കഥ പറച്ചിലായി വർത്താനമായി. കുറേ കഴിഞ്ഞ് യേശുവിൻ്റെ അടുത്തിരിക്കുന്നത് ഞാൻ ആലോചിക്കുക, ദൈവമേ എൻ്റെ ഫോണിൽ സ്ക്രീൻ റെക്കോർഡ് ഇട്ടിച്ച് വന്നാണല്ലോ എന്ന്. ഓടി വരൂ ഡാഡി എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനെ വരുത്തിച്ചാണ് പിന്നെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ ഓഫാക്കിയത് കേട്ടോ. അങ്ങനെ അച്ഛനും മോനും അതിൻ്റെ ഇടയിൽ റീനമ്മയും ഉണ്ണിയച്ഛനും ഒക്കെ ആരൊക്കെയോ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വൈശാട്ടിന് ഇതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ലൈക്ക് വൈശാട്ടിന് ഫാമിലി വെച്ച് ഭയങ്കര എന്താ പറയുക ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്നുവെച്ചാൽ എന്താ പറയുക, ഇപ്പം ഞാൻ അങ്ങനത്തെ ഒരു ഫാമിലി പേഴ്സണാണ്. അത് പണ്ട് എങ്ങനെയായിരുന്നോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ട് അങ്ങനെയാണ് എന്നുള്ളത് എനിക്കറിയാം. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു എല്ലാവരെയും. പിന്നെ ഇപ്പോഴത്തെ ലൈഫായിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ആയി പോകുന്ന ടൈപ്പൊന്നുമല്ല. എപ്പോഴും സങ്കടം പറയും, നിങ്ങളെല്ലാവരും അവിടെ ഉണ്ട്, ഞാൻ മാത്രമില്ല, അല്ലെങ്കിൽ ഞാൻ മാത്രമാണ് ഇവിടെ ഒറ്റയ്ക്ക്. അങ്ങനെ ഒരു സങ്കടം പറച്ചിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹമാണ് ഏട്ടൻ നാട്ടിൽ സെറ്റിൽ ആവണം. നമ്മളെല്ലാവരും നമുക്ക് ആക്ച്വലി നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യണമെങ്കിൽ ഓഫ് കോഴ്സ് എത്ര പൈസ ഉണ്ടാക്കിയാലും നമ്മൾക്ക് ഒരുമിച്ച് ജീവിക്കുന്നതിൻ്റെ ഒരു സുഖം നമുക്ക് കിട്ടത്തില്ലല്ലോ. അതൊക്കെ അപ്പോൾ ഞങ്ങൾക്ക് എന്ന് വെച്ചിട്ട് എടുപിടുന്ന് പറഞ്ഞിട്ട് വരാൻ പറ്റില്ല. അത് ഈ ഒരു അവസ്ഥ സിറ്റുവേഷൻ ഫേസ് ചെയ്തവർക്ക് മനസ്സിലാവും. സോ ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ആവണമെന്നുണ്ട്. ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടൻ നാട്ടിൽ വന്നാലേ ഞങ്ങളാ ലൈഫ് ശരിക്കും പറഞ്ഞാൽ ഒന്ന് പൂർണ്ണമാവുള്ളൂ. ആൻഡ് അല്ലും തുമ്പിയാണെങ്കിലൊക്കെ ഓരോ ലൈഫിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരച്ഛനായിരിക്കും. ഞാനാണെങ്കിലും മക്കളൊക്കെ അടുത്തുണ്ടെങ്കിലും വൈശാട്ടൻ എപ്പോഴും പറയുന്നത് എനിക്ക് കൂടെ മക്കളെങ്കിലും ഇല്ലേന്ന്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫിൽ മിസ് ചെയ്യുന്നതും അതുപോലെ എൻ്റെ ലൈഫിൽ എപ്പോഴും വേണമെന്ന് ആഗ്രഹിക്കുന്നത് ഏട്ടനാണ് കേട്ടോ. എനിവേ ആഗ്രഹമൊക്കെ നടക്കട്ടെ. അപ്പോൾ എന്തായാലും ഇനിയുള്ള വ്ളോഗിൽ റീനമ്മേനെയും ഉണ്ണിയച്ഛനെയൊക്കെ കാണാൻ പറ്റും. അടുത്ത വ്ളോഗിൽ കാണാൻ ഗൈസ് നമ്മളൊരു വഴിക്ക് പോവാണ്. എവിടേക്കാണെന്നുള്ളത് അടുത്ത വ്ളോഗിൽ പറയാം. ബൈ.